നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഓടി നടന്ന് 5 കൊലപാതകങ്ങൾ. ഒരാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. ഇപ്പോഴും അറിയില്ല എന്താണ് സംഭവിച്ചത്. മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു കടബാധ്യത കാരണമാണ് ഇത്തരത്തിൽ കൂട്ടക്കൊലപാതകം നടത്തിയതെന്ന് പറയുമ്പോൾ പോലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് കൂടി വളരെ വലിയൊരു സംശയമായി ഉയർന്നു നിൽപ്പുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ അഫാന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇയാൾ ഇത്രയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇനി വിശദമായി ചോദ്യം ചെയ്യും. മാത്രമല്ല, ഇയാളെ പോലീസ് ജയിലിലേക്ക് മാറ്റുന്ന ഒരു കടമ്പ കൂടിയുണ്ട്. അത് ഇന്ന് നടക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളുമൊക്കെ നോക്കാം. ഓടി നടന്ന് 6 പേരെ ഉപദ്രവിക്കുമ്പോൾ അതിൽ 5 പേർ കൊല്ലപ്പെടുമ്പോൾ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തക്കതായ കാരണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ഇത്രയും കാലം അഫാൻ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടെങ്കിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുള്ളൂവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അഫാന്റെ പിതാവ് റഹീമിനെയും അഫാനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് സംഘം ശ്രമിക്കുന്നുണ്ട്. കാരണം ഇരുവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിൽ കൂടി ഈ അന്വേഷണ സംഘം കടക്കുന്നത്. എലിവിഷൻ കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യ പുരോഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് പ്രതിയെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഈ പ്രതിയുടെ 2ാമത്തെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. തേമ്പാമൂട് പേരുമലയിലെ വീട്ടിൽ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലും മാതാവിനെ ആക്രമിച്ച കേസിലുമാണ് ഇന്നലെ രാവിലെ 11 മണിയോടെ വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിലെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നേരത്തെ തന്നെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ്. കടബാധ്യതയാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് അഫാനെ നയിച്ചത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു നിഗമനം. ഗൾഫിലുള്ള പിതാവ് റഹീം വീട്ടിലേക്ക് പണം അയക്കാതെ ആയിട്ടും അഫാന്റെ കുടുംബം നയിച്ച ആർഭാട ജീവിതം അത് കടക്കണിയിലേക്ക് ഇവരെ നയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. കടം നൽകിയ ബന്ധുക്കളുടെയും വായ്പ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളിലുള്ളവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടബാധ്യത പോലീസ് ഉറപ്പിച്ചത്. എന്നാൽ അഫാന്റെ പിതാവ് റഹീമിന് ഇത് അറിയില്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ 2022 മുതൽ വരുമാനം കുറഞ്ഞു. 6 മാസം മുൻപ് പൂർണ്ണമായും റഹീം പണം അയക്കാതെയായി. പക്ഷേ ആർഭാട ജീവിതം ഒഴിവാക്കാൻ അഫാനും കുടുംബവും തയ്യാറായില്ല. പല ആവശ്യങ്ങൾക്കായി, പ്രത്യേകിച്ച് ആശുപത്രി, അതുപോലെ തന്നെ അനുജന്റെ വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള നിത്യ ചെലവുകൾക്കും അതുകൂടാതെ ആർഭാടത്തിനുമായി ബന്ധുക്കളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ പണം കടമെടുത്തു തുടങ്ങി. പണം തിരികെ ചോദിക്കുന്നവർക്ക് മറ്റൊരാളിൽ നിന്ന് പലിശയ്ക്ക് പണം കടമെടുത്തു നൽകി. അങ്ങനെ പലിശയുൾപ്പെടെ കടബാധ്യത വർദ്ധിക്കുകയായിരുന്നു. 65 ലക്ഷത്തോളമായിരുന്നു ഇവരുടെ കടം. പക്ഷേ സംഭവം അറിഞ്ഞെത്തിയ പിതാവ് റഹീം 65 ലക്ഷം കടബാധ്യത എന്ന മകന്റെ മൊഴിയെപ്പറ്റി തനിക്ക് അറിയില്ലെന്നും വിദേശത്ത് 15 ലക്ഷത്തിന്റെയും നാട്ടിൽ 12 ലക്ഷത്തിന്റെയും കടമുണ്ടാകുമെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്.